ഡോക്ടർ കിഷോർ, ആദ്യം തന്നെ ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി അദ്ദേഹം ഈ ദീപിക പത്രത്തിലൊക്കെ ലേഖനങ്ങൾ എഴുതാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇപ്പൊ ദീപിക പത്രവും സീറോ മലബാർ സഭയും ഈ വിഷയത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. ആ നിലപാടിനോട് കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിയമസഭയിലും ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമത്തിലും എടുത്ത ആ ഒരു നിലപാട് അതിന് ഘടകവിരുദ്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു കാര്യം, ഇപ്പോ അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമം, അപ്പോ ഈ BJP-ക്ക് ഇതിൽ രാഷ്ട്രീയ താല്പര്യമില്ല എന്ന് പറയുന്നതിന് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ഈ ഭേദം കൊണ്ടുവരികയും ഇവിടെ മറ്റ് ഇപ്പൊ പള്ളികൾ, ഏതെങ്കിലുമൊക്കെ പള്ളികൾ പിടിച്ചെടുക്കുന്നത് പോലെയുള്ള സംഭവങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും പ്രധാന മൂല കാരണം ഈ വഖഫ് ബോർഡിന് ഭൂമി, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഓണസ്, അതിന്റെ ആ ഒരു ബാധ്യത, ഓണസ് വരുന്നത് ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഓവർടേൺ ചെയ്യുന്നുണ്ട് ഈ നിയമത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെങ്കിലും കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി ആ ഭേദഗതിയെ, നിയമത്തെ എല്ലാ ക്ലോസുകളും അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അതിനൊരു ഡിബേറ്റ് നടത്തി അതിനെ ഒരു മൊത്തത്തിൽ എതിർക്കുന്നതിന് പകരം അതിൽ ചില പോയിന്റുകൾ ഒക്കെ അനുകൂലിക്കാവുന്ന പോയിന്റുകൾ അനുകൂലിക്കാവുന്നതല്ലേ? ഇവിടെ കേരളത്തിലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് CPM എന്ന പാർട്ടി പോലെ അല്ലല്ലോ. അവരൊരു സെൻട്രിസ്റ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്, ഇടതും വലുതുമല്ല. അപ്പൊ അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അംബ്രല്ല പാർട്ടി എന്ന രീതിയിൽ ഇവിടെ മുസ്ലിം സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒന്നിച്ച് വോട്ട് ബാങ്കുകളായി നിലനിർത്തിയിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിന് ഇതിൽ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കേണ്ടതല്ലേ എന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിന് മുന്നിലേക്ക് വെക്കുന്നു. രണ്ടാമത്, ഇവിടെ BJP-യുടെ താല്പര്യം, BJP-ക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ജന്മഭൂമി എന്ന് പറയുന്നത് എന്തായാലും BJP-യുടെ മുഖപത്രം ആണ്, ഇപ്പോഴുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ BJP എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് മുമ്പ് ശ്രീധരൻപിള്ള സാറ് പറഞ്ഞതുപോലെ ഒരു സുവർണ അവസരം എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അവരിപ്പോ KRLCC-യെയും ഒക്കെ അവിടെ മുനമ്പം സമര പന്തലിലും ഒക്കെ അവരുടെ സാന്നിധ്യം നമുക്ക് കാണാം. കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇടതു പാർട്ടി ഇവരൊന്നും അവിടെ കാണാനില്ല എന്ന് മാത്രമല്ല, അവരവിടെ പരിപാടി നടത്താൻ അവിടെ ചെല്ലുമ്പോൾ കൂക്കി വിളിക്കുന്ന അവസ്ഥ ഈ പാർട്ടികൾക്ക് ഉണ്ടാകുന്നു. അത് കോൺഗ്രസിനായാലും ഇടതിനായാലും ഭൂഷണമല്ല. ഇവരോടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ ഈ പാർട്ടികൾക്കൊക്കെ ആകേണ്ടിയിരിക്കുന്നു. അത് ഒരു പാർട്ടി, അത് ഏത് പാർട്ടി ആയാലും ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ എന്റെ ഒരു കാര്യമായിട്ട്, എന്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നു. അത് കോൺഗ്രസിനോ ഇടതിനോ ഒക്കെ അത് ഈ BJP-ക്ക് ഒരു തളികയിൽ വെച്ച് ഈ വിഷയത്തെ ഉപയോഗിക്കാൻ കൊടുക്കണോ എന്ന് കോൺഗ്രസ് ആണ് പ്രത്യേകിച്ചും ആലോചിക്കേണ്ടത്.